എനിക്കും എന്റെ ഭർത്താവിനും വികാസിനെ ദത്തുപുത്രനായി സ്വീകരിക്കാൻ സമ്മതമാണ്. നാളെ തന്നെ ദത്തെടുക്കുന്നതിനുള്ള എല്ലാ ചടങ്ങുകളും നടന്നിരിക്കും. വികാസിനെ ദത്തെടുക്കുന്ന ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാന്. ഇനി നീ ചേന്ന് പറഞ്ഞിട്ടും ചീയെന്ന് പറഞ്ഞിട്ടും ഒരു ചിക് 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 ചിറകലെന്ന് പാടിയിട്ടും യാതൊരു കാര്യവുമില്ല. നീ വികാസിനെ കല്യാണം കഴിച്ചേ മതിയാകൂ. അങ്ങനെ പെടുത്തിയില്ല നിന്നെ. കാട്ടുപന്നിയെ കെണി വെച്ച് കൊടുക്കുന്നത് പോലെ കുടുക്കിയത്. ഇത്രയും ദിവസം നീ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കി ഫെയിലായി. പക്ഷേ ഇത്തവണ ആവനി വലിയ കെണിയാ ഒരുക്കിയത്. അവള് ചില്ലറക്കാരിയല്ല. വലിയ പ്രളയം ഉണ്ടാവുമ്പോ ആനകൾ വരെ ഒളിച്ചു പോകുമെന്ന് പറയും പോലെ ഇപ്പൊ ആവനിയുടെ ശക്തിയുടെ മുമ്പില് നിന്റെ ശക്തി ഒന്നുമല്ല. തലയിലൊരു അച്ചിങ്ങ വീണ നമുക്ക് സഹിക്കാൻ പറ്റും, കൊട്ടത്തേങ്ങ വീണ സഹിക്കാൻ പറ്റില്ലെന്നല്ലേ? നിന്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ ഇങ്ങനെ പെടുത്തുമെന്ന് ഞാൻ ഒരിക്കലും ഊഹിച്ചില്ല. ആഗ്രഹിച്ചതെന്താവോ സംഭവിച്ചതെന്താവോ, കെണിയിൽ പോയി നീ വീണു പാവം പൂച്ചക്കുഞ്ഞേ. അതേ അയലത്തെ ചേച്ചി. എന്താ ചേട്ടാ? ഇതിടയ്ക്ക് ഞാൻ പാടുന്ന പാട്ടല്ലേ, ഒന്ന് മാറ്റി പിടിക്കുക ചേച്ചി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോ ഇത് നമ്മുടെ സിഗ്നേച്ചർ ട്യൂൺ അല്ലേ? അല്ലേട്ടാ, നിങ്ങൾക്ക് എന്താ ബോധമില്ലേ? ഇതെന്താ നീ ഇങ്ങനെ ചോദിക്കുന്നേ? അവള് നമ്മളെ കളിയാക്കി പാടിയതാ. അത് ശരിയാണല്ലോ. ഞങ്ങളൊക്കെ മൂഡ് ഓഫ് ആയി നിൽക്കുമ്പോ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് പാട്ട് പാടി കളിക്കുന്നോ? അയ്യോ അല്ല, ഞാൻ നിങ്ങളുടെ അയൽവക്കത്തുള്ളതല്ലേ. എനിക്കെന്തോ ആ പാട്ടൊന്ന് പാടണോന്ന് തോന്നിയപ്പോ അങ്ങനെ ഇങ്ങ് പാടിയെന്നേ ഉള്ളൂന്നേ. നീ ഞങ്ങൾ ഉദ്ദേശിച്ചു തന്നെയാ പാടിയത്. അല്ല. ആണ്. അല്ല. ആണ്. അതെ. അല്ല. കണ്ടോ, അല്ലെന്ന് നീയും സമ്മതിച്ചു. അയൽവക്കക്കാരി വലിയ തമാശക്കാരിയാ. നിങ്ങൾ എന്ത് കരുതിയാലും കുഴപ്പമില്ല, എനിക്ക് ഒരു എതിർപ്പുമില്ല. സമയം നിനക്ക് അനുകൂലാണെന്ന് കരുതി നീ ഒരിക്കലും അഹങ്കരിക്കണ്ട. നിഹാരിക, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്ന് നീ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ ആരാണെന്ന് തെളിയിക്കണമെന്നൊക്കെ തോന്നില്ലേ ദാസ? ഞാനും ഇപ്പൊ അതല്ലേ ചെയ്യുന്നേ. ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യ്. അവസാനം വിക്ടറി പക്ഷേ എന്റേത് മാത്രമായിരിക്കും. ഇതിനു മുമ്പ് അങ്ങനെ ജയിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ ഇത്തവണ നിനക്കതിന് കഴിയില്ല. വികാസും നിങ്ങളുടെ ടീം തന്നെയല്ലേ? നാളെ തൊട്ട് വികാസ് ബ്രോയും നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അപ്പൊ എല്ലാവർക്കും ചേർന്ന് എന്നെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്താക്കാന്ന് പ്ലാൻ ചെയ്തെടുക്കാലോ, ശരിയല്ലേ? ബൈ. ആഗ്രഹിച്ചതെന്താവോ സംഭവിച്ചതെന്താവോ, കെണിയിൽ പോയി വീണില്ലേ നീ പാവം പൂച്ചക്കുഞ്ഞേ. അവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. എന്നാ വേഗം ആട്ടെ, ഒരു ശല്യം അങ്ങ് തീർന്നു കിട്ടും. ആവനിയുടെ മർഡർ പ്ലാനിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം നാളെ ദത്തെടുക്കുന്ന ചടങ്ങിനെ കുറിച്ച് ആലോചിക്കേ. എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആ ഫംഗ്ഷൻ മുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദത്ത് സ്വീകരണം സക്സസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന വികാസ് നിഹാരിക കല്യാണ ചടങ്ങും തടയാൻ കഴിയില്ല. തടയണം, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടാണെങ്കിലും തടയണം. ഇന്ന് വേദവതിയുടെയും പ്രസാദ റാവുവിന്റെയും ജാതകം ഒന്ന് പരിശോധിക്കണം. ഒരമണിക്കൂർ നേരം ഒരു ഭക്തന്മാരെ അകത്തേക്ക് കയറ്റരുത്. ആവട്ടെ ഗുരുവേ.
ഭഗവാനെ, എന്താ നിന്റെ മനസ്സില്? എന്താ ഇങ്ങനൊരു പരീക്ഷ? ഇങ്ങനെയൊരു രഹസ്യം ഉള്ളതുകൊണ്ടാണോ നിഹാരിക വേദവതിയുടെ വീട്ടിലെ മരുമകളാകാതിരുന്നത്? ഈ കാരണം കൊണ്ടാണോ അനന്തരവളായ ആവനി മരുമകളായത്? എന്തു പറ്റി ഗുരുവേ? വേദവതി അമ്മയുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ദോഷമല്ല, വലിയൊരു സത്യമുണ്ട്. ഭയങ്കരമായൊരു വാസ്തവം എനിക്ക് കാണാൻ പറ്റി. ഈ സത്യം ആ കുടുംബത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാകും. പക്ഷേ പറയാതെ വഴിയില്ല. ഉടനെ ഈ കാര്യം വേദവതി അമ്മ അറിയിക്കണം. ഉടനെ അവരുടെ വീട്ടിലെത്തണം. നിഹാരികയെ മരുമകളായി സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരുപാട് പേടിച്ചിരുന്നു ഞങ്ങള്. വികാസ് പറഞ്ഞ ആശയം കാരണം എല്ലാ സങ്കടവും മാറി. നിഹാരിക ശരിക്കും പെട്ടുപോയതല്ലേ? എന്താ? ഒന്നുമില്ല. ജാതക ഗുണമെന്ന് പറഞ്ഞ ഇതാ. ആരെന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം നല്ലവർക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ. നിഹാരികയെ അവനങ്ങ് മുക്കിയല്ലോ. എന്താടാ? ഒന്നുമില്ല. എന്താ നിന്റെ പ്രശ്നം? അയ്യോ, ഒന്നുമില്ല. വികാസ് എന്റെ മകന്റെ സ്ഥാനത്തേക്ക് വരുന്നതും നിഹാരിക എന്റെ മരുമകളാകുന്നതും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് ഇവിടെ തന്നെ നടത്തണം. എനിക്കെന്തോ ഇതൊക്കെ വിചിത്രമായിട്ടാ തോന്നുന്നത്. വിധിയുടെ ഓരോ വിളയാട്ടങ്ങളല്ലേ. എന്താ നിങ്ങളുടെ പ്രശ്നം? വായടച്ച് കഴിക്കേ. പ്രപഞ്ചത്തിലെ ഒരാൾക്കും വായടച്ച് കഴിക്കാൻ കഴിയില്ല. അളിയാ, ജോക്ക കൊള്ളല്ലേ? അതങ്ങ് കത്തിച്ചു കളഞ്ഞേക്ക്. അതെ അമ്മേ, എന്താ മോളെ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ദത്തെടുക്കുന്ന ചടങ്ങിന് കുറച്ചൊക്കെ സമയം എടുക്കുന്നത് നല്ലതല്ലേ? അതെ അമ്മേ, ജോത്സ്യരോട് ചോദിച്ച് നല്ല ദിവസവും നല്ല മുഹൂർത്തവും നല്ല സമയവും നോക്കുന്നത് നല്ലതല്ലേ? പണിക്കരോട് ചോദിച്ചു മോളെ, നാളെ നല്ല ദിവസം. നല്ല കാര്യം ചെയ്യാൻ എല്ലാ ദിവസവും മംഗളകരം തന്നെയാണ് മോളെ. ഇനി നിനക്ക് രക്ഷയില്ല നിഹാരിക. എന്താടോ തനിക്കെന്താ വലിയ വട്ടും പിടിച്ചോ? ഇനി ഞാനൊരു തമാശക്ക്. തമാശയായിട്ടല്ല, ഇതൊക്കെ വളരെ മോശമായിട്ടാ തോന്നുന്നത്. സോറി അച്ഛാ. ഏട്ടാ, പറയൂതാ. കുറച്ച് സമയമുള്ളൂവെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടതായ എല്ലാ ബന്ധുക്കളെയും വിളിച്ച് ദത്തെടുക്കൽ ചടങ്ങ് അങ്ങ് നടത്താം. അതെ, ഹലോ, ചോറോ കറിയോ എന്തെങ്കിലും വേണോ? അയൽവക്കക്കാർക്ക് ഞങ്ങൾ കൊടുക്കില്ല. ചോറും കറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏട്ടാ. പിന്നെന്തിനാ വിളിച്ചേ? ദത്തെടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കല്ലേ. നാളെ ഞങ്ങളും കൂടി വന്നോട്ടെ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അവള് സംസാരിക്കുന്ന കണ്ടില്ലേ. ചടങ്ങിന് ഞങ്ങളും കൂടി വന്നോട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന് അറിഞ്ഞിട്ടും നിനക്ക് ഇതുവരെ ബോധം വന്നില്ലല്ലോ. അവന് ചോദിച്ചാൽ ഇപ്പൊ എന്താ ഇത്ര തെറ്റ്? നിങ്ങൾ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ ഇങ്ങനെ കേറി ഞങ്ങളുടെ കാര്യത്തിൽ തലയിടാൻ വരുന്നത്? അയൽപ്പക്കമല്ലേ, തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കുന്നത് നല്ലതാ. അതൊന്നും ആവശ്യമില്ല. നാളെ വരുന്ന ബന്ധുക്കള് നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെ വിളിക്കാഞ്ഞത് എന്തേന്ന് ചോദിക്കില്ലേ? അവർക്ക് നിങ്ങള് എന്ത് മറുപടി കൊടുക്കും? വിളിക്കണമെന്ന് റൂൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. വേദവതിയമ്മ ചെറിയ ചെറിയ ഫംഗ്ഷന് വരെ നാട്ടുകാരെ എല്ലാവരെയും ക്ഷണിക്കും. എന്നിട്ടിപ്പോ ആരെയോ ഒരാളെ ദത്തെടുക്കുമ്പോ അയൽപക്കത്തുള്ളവരെ ക്ഷണിച്ചില്ല എന്നുള്ള ചീത്ത പേരും വേദവതിയമ്മയ്ക്ക് ഉണ്ടാവില്ലേ? നിങ്ങളെ വിളിച്ചാലാ ചീത്തപ്പേര്, വിളിച്ചില്ലേ ഒരു കുഴപ്പമില്ല. അമ്മേ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വരണ്ടാന്ന് മുഖത്ത് നോക്കി അങ്ങ് പറ, അവരങ്ങ് പൊയ്ക്കോളും. ഞങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന ദത്തെടുക്കൽ ചടങ്ങിന് ഞങ്ങളുടെ ശത്രുക്കളായ അവനിയെയും ശ്രീകറിനെയും ഞങ്ങളെ ക്ഷണിക്കുകയാണ്. അവരെ വിളിച്ചത് എന്തിനാ? നിങ്ങൾ തീരുമാനം എടുത്ത് എന്താലോചിച്ചിട്ടാണെങ്കിലും എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതെ അമ്മേ, അവരെ വിളിക്കണ്ട.
അവസരം കിട്ടിയ നമ്മുടെ തലയിൽ കേറിയിരിക്കുന്ന ടൈപ്പാ അവനി. അവളുടെ ഷോ കണ്ടിട്ട് എനിക്കൊട്ട് സഹിക്കുന്നില്ല. ഞാൻ അകറ്റി നിർത്തിയ അവരെ നാളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കും. നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ആ ചടങ്ങുകൾ നടത്തുന്നത് കണ്ട് നമ്മുടെ ശത്രുക്കൾ കരയണം. ദത്തെടുത്ത് കഴിഞ്ഞ ശേഷം, നീ ഞങ്ങളുടെ മരുമകളായ ശേഷം എല്ലാ അധികാരങ്ങളും നിനക്ക് തന്നെ ലഭിക്കും. അത് കണ്ട് അവര് വിഷമിക്കണം. അധികാരം മുഴുവൻ നിന്റെ കയ്യിലേക്ക് വരുമ്പോ അത് കണ്ട് അവര് ചങ്ക് പൊട്ടിക്കരയണം. എന്റെ കയ്യിൽ നിന്നും ലഭിക്കാൻ പോകുന്ന മുക്കുത്തി നീ കണ്ട് നീ വിങ്ങി വിങ്ങി കരയണം. അതെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും കാണണമെങ്കിൽ നാളത്തെ ചടങ്ങുകൾക്ക് അവരും വരണ്ടേ? വരണം, തീർച്ചയായിട്ടും വരണം. അതൊക്കെ നടക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. അതൊക്കെ നമുക്ക് അപ്പ നോക്കാം. നിങ്ങൾ എന്തായാലും നാളത്തെ ചടങ്ങിന് ഞങ്ങളെ ക്ഷണിച്ചതിന് എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വാ ചേട്ടാ, പോവാ. നാളെ ആ ചടങ്ങ് നടക്കുമ്പോ എന്തൊക്കെ സംഭവിക്കുമാവോ? ഭക്ഷണം കഴിക്ക. വികാസ് പോയി വേദവതിക്ക് ദത്തെടുക്കുന്ന ആശയം പറഞ്ഞു കൊടുത്തതും ആ സ്ത്രീ അത് അപ്പ തന്നെ അംഗീകരിച്ചതും എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അവനോടുള്ള ദേഷ്യം കൊണ്ട് അവര് സമ്മതിച്ചത്. നിഹാരിക ഇപ്പോ രണ്ട് കടലുകൾക്കിടയിൽ പെട്ടതുപോലെ പെട്ടിരിക്കല്ലേ. നിഹ, പറ മോളെ, എന്താ പരിപാടി? കഴിഞ്ഞ കുറെ മാസമായിട്ട് നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. വേദവതി അമ്മയുടെ ഭാവി ദത്തുപുത്രൻ എന്താ ചെയ്യുന്നത്? വേദവതി ഓക്കേന്ന് പറഞ്ഞപ്പോ തൊട്ട് ചെറിയ കുട്ടികൾ ഊഞ്ഞാലാടും പോലെ വാതിലിലും ചുവരിലും ഒക്കെ പിടിച്ച് ആടിക്കൊണ്ടിരിക്കുക. അതെ ബേബി, അത് കഴിഞ്ഞപ്പോ തുടങ്ങിയവൻ നിലത്തെങ്ങുമല്ല. വേൾഡ് കപ്പിന്റെ ഫൈനൽ മാച്ചിൽ സെഞ്ചുറി അടിച്ച സന്തോഷത്തിലേക്ക് പോവാൻ. ശരിക്കും അവൻ ഇങ്ങനെ ഒരു വൃത്തികെട്ട ആശയം എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതാ സാഡിസ്റ്റ് വിക്കിയുടെ ഐഡിയ ഒന്നും അല്ല. പിന്നെ അവനി പറഞ്ഞു കൊടുത്തതാ. അതെയോ? അതെ, അവന് നേരിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാ ഇത്. അത് അവന്റെ ഐഡിയ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് അവൻ വെറുതെ തള്ളി മറിക്കുക. ഇവിടത്തെ ഈ അമ്മയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഞാനും എന്റെ ഗ്യാങ്ങും എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരതൊന്നും കേൾക്കുന്നേ ഇല്ല. വികാസിനെ പോലൊരു നാറിയെ ആ വീട്ടിലെ പിൻഗാമിയാക്കുന്നതുകൊണ്ട് ആവനിക്ക് എന്ത് ലാഭം ഉണ്ടായിട്ടാ? നിങ്ങൾ വന്ന് അവളോടൊന്ന് ചോദിച്ചു നോക്ക്. അതല്ല എന്റെ മോളെ. അതറിഞ്ഞ് ഞാൻ സൈലന്റ് ആയിട്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒന്നും ഞാൻ ചെയ്യില്ലേ? നീ ശ്രീകരനെ ഒഴിവാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത പോലെയുണ്ട്. എനിക്കും അത് തന്നെയാ തോന്നുന്നേ. ബട്ട് എന്നെ ഒതുക്കുന്നതിന് വേണ്ടി വികാസിനെ പോലൊരു ബാഡ് ക്യാരക്ടർ ഉള്ള ഒരുത്തനെ അവൾ ഇവിടുത്തെ പിൻഗാമി ആക്കില്ലല്ലോ. അതും ശരി തന്നെയാ. ശരിക്കും നിങ്ങൾ ഇന്നലെ കാര്യം എന്താണെന്ന് അറിയാതെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെയാ നിങ്ങൾ ചെയ്ത വലിയ തെറ്റ്. എന്ത് ചെയ്യാനാ ബേബി? അവൻ എന്തെങ്കിലും മനസ്സിൽ കരുതിയ മനുഷ്യന് പിന്നെ ഒരു സമാധാനം തരില്ല. എനിക്കിവിടെ എന്തായാലും വേദവതി അമ്മയുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ വിക്കിയോടൊന്ന് സംസാരിക്കേ. അവനൊരു ട്രാപ്പിൽ ഒരിക്കലും വീഴല്ലേ, അവസാനം പെട്ടുപോകുമെന്ന് അവനോടൊന്ന് പറയേ. ഞങ്ങള് പറഞ്ഞ കേക്കോ? ഹനീന് ഭയങ്കര ബുദ്ധിയാണല്ലോ. ചേച്ചിയല്ലേ, അതിന്റെ പകുതിയെങ്കിലും കാണുമല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നേരം വെളുക്കുമ്പോഴേക്കും ദത്തെടുക്കുന്ന ചടങ്ങ് മുടങ്ങിയിരിക്കണം. ബൈ. നിഹ, കണ്ടില്ലേ, നമ്മുടെ തലയിൽ ഭാരമുള്ള ഒരു കല്ലും എടുത്തിട്ട് അവള് പോയി. ഓരോരുത്തർക്ക് വിധിച്ചത് എന്താണോ അതേ നടക്കുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? ഇതിപ്പോ അങ്ങനെയാ.
ഇവിടെ നടക്കാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമല്ല നിഹാരിക, നമ്മുടെ കല്യാണ. ഇനി ഇത് മേലോട്ട് പൊട്ടിക്കില്ല, നിന്റെ നെഞ്ചത്ത് പൊട്ടും. നീ ഹോളിൽ നിന്ന് ദത്തെടുക്കൽ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ എന്തെങ്കിലും നോക്കുമായിരിക്കുന്ന ഞാൻ കരുതിയിരുന്നേ. ഇവിടെ എന്താ ചെയ്യുന്നേ? നടക്കാൻ പോകുന്ന ചടങ്ങ് എങ്ങനെ മുടക്കാന്നാ ഞാൻ ആലോചിക്കുന്നെ. നിനക്ക് ഇനി ആ പ്രതീക്ഷയൊക്കെ ഉണ്ടോ? ഈ സ്റ്റേജിൽ നിന്ന് നീ അങ്ങനെ പ്രതീക്ഷിക്കുന്നതില് ഒരർത്ഥവും ഇല്ല. അവസാന നിമിഷത്തില് ഗെയിം ചേഞ്ച് ചെയ്യാനും ഓരോ തടസ്സങ്ങൾ വെട്ടി മാറ്റി മുന്നോട്ട് പോവാനും എനിക്ക് നന്നായിട്ട് അറിയാം. അന്നൊക്കെ ഞാൻ പരാജയപ്പെടാനുള്ള കാരണം എന്റെ താലി എനിക്ക് ധൈര്യത്തോടെ പുറത്തു കാണിക്കാൻ പറ്റാഞ്ഞതാ. ആ സമയത്ത് ഞാനിത് കാണിച്ചിരുന്നെങ്കിൽ പരാജയം നിനക്കും വിജയം എനിക്കുമായിരുന്നേനെ. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച് ഇന്നത്തെയും വിജയം എനിക്ക് തന്നെ ആയിരിക്കും. അകമേ ഭയം, പുറമേ ധൈര്യം. നിന്റെ അഭിനയൊന്നും എന്റെ മുന്നിൽ വേണ്ട. അല്ല, അതല്ല, വികാസ് എന്താ അന്യനാണോ? നിന്റെ മുറച്ചെറുക്കനല്ലേ? കല്യാണം കഴിക്കുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ്? അവനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും അബദ്ധത്തിൽ അവനെ ചിലപ്പോ കല്യാണം കഴിച്ചെന്നിരിക്കും. പക്ഷേ അവനെ അറിയുന്നവരതിന് മുതിരില്ല. അവനെ കല്യാണം കഴിക്കണമെന്ന ആലോചന പോലും എനിക്കില്ല. എന്നാ പിന്നെ വേറെ ആരെങ്കിലും നോക്ക്. നിന്നെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നവര് വേറെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ശ്രീകരേട്ടനെ അല്ലാതെ മറ്റൊരാളെയും കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചിലരെ പറഞ്ഞു നന്നാക്കാം, മറ്റു ചിലരെ അടിച്ചു നന്നാക്കാന്നാണ്. നിന്നെ പോലെയുള്ളവരെ എങ്ങനെ നന്നാക്കി എടുക്കാന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ ജീവിതം സ്വയം നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി ദൈവം നിനക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ട് നീ മാത്രം മാറുന്നില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. സ്വയം വരുത്തി വെക്കുന്ന തെറ്റുകൾക്ക് പണിഷ്മെന്റ് എന്തായിരിക്കുമെന്ന് പോകെ പോകെ നീ പഠിച്ചോളൂ. സ്നേഹർ നിന്റേതാവില്ലെന്ന് നിന്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴേലും നീ അതൊന്ന് റിയലൈസ് ചെയ്യ. ഇന്നവര് ദത്തെടുക്കും, ഉടനെ വികാസുമായിട്ടുള്ള നിന്റെ കല്യാണം. വികാസിന്റെ ഒപ്പം ശരിക്കും കല്യാണ മണ്ഡപത്തിൽ ഇരിക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായാൽ അവസാന നിമിഷം ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ആ കല്യാണം ഞാൻ മുടക്കിയിരിക്കും. നിനക്കതിന് കഴിയില്ല ചക്കരെ. അനാവശ്യമായ പ്രതീക്ഷകളൊന്നും ഉണ്ടാവരുത്. അത്തരം പ്രതീക്ഷകള് പാമ്പായി മാറി തിരിച്ചു കൊത്തും. അങ്ങനെ ഒരു സമയം വരുമ്പോ കാണാലോ. വികാസാണ് നിന്റെ ഭാവി ഭർത്താവ്, അതുറപ്പിച്ചോ. അവനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഗതിയില്ലാത്ത ഏതെങ്കിലും ഒരുത്തനെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പറയില്ലേ നിഹാരിക? മുകളിലെ ദേവതമാരിതെല്ലാം കേൾക്കും. തഥാസ്തു എന്നെങ്ങാനും പറഞ്ഞാലോ? നീ എത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും നിന്റെ കല്യാണത്തിന് തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അങ്ങനെ ഒരാളെ ഭഗവാൻ കണ്ടുവച്ചിട്ടുണ്ടാവും. അങ്ങനെയെങ്ങാനും അഥവാ സംഭവിച്ചാ നീ പിന്നെ എന്ത് ചെയ്യും? I am a plan of NBK. My doctor told take medicine. വസൂല് 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 പൈസ വസൂല. അരേ വാ അപ്പാ, നിങ്ങൾ വേറെ ലെവലാ ചേട്ടാ. ഒരു കോടീശ്വരന് വേണ്ടുന്ന എല്ലാ ലക്ഷണവും നിങ്ങൾക്ക് ഉണ്ട് ചേട്ടാ, കോടികൾ ഒഴിച്ച്. എടാ, സിംഹം എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് അതിന്റെ സിംഹാസനം മോനെ. ഈ കിട്ടുവും അങ്ങനെയാ. ഇപ്പോ പട്ടുമെത്തയിൽ കിടന്നാലും പൊട്ടിയ കസേരയിൽ ഇരുന്നാലും അത് എന്റെ സിംഹാസനമായിട്ട് മാറുവടാ. പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞ ഒരു റിച്ച് കിഡായി ജനിച്ചില്ലല്ലോ എന്ന് കരുതി ഇവിടുത്തെ ലോക്കൽസിനെ പോലെ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. മുൻപിൽ ഒരു വഴി കണ്ട ആ വഴിയില് നന്നായിട്ട് സമ്പാദിക്കണം.
പൂച്ചയുടെ കണ്ണിൽ പെടാതെ എലി നടക്കും പോലെ പോലീസിനെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ട് നടക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം എപ്പോ സമ്പാദിക്കാനാ? അതിനു വേണ്ടിയല്ലേടാ കാശുള്ളടുത്ത പെമ്പിള്ളേരെ വീഴ്ത്താന്ന് കരുതി അന്ന് റെന്റിന് കാറും സൂട്ടും ബൂട്ടും എല്ലാം വാങ്ങി കൂട്ടിയിട്ട് സിറ്റിയിലൊരു ഡെമോ ഇറക്കിയത്. എന്നിട്ട് എന്ത് ലാഭം കിട്ടി? നിങ്ങൾ നിങ്ങളുടെ വേട്ട തുടങ്ങിയെങ്കിലും ഒരു ഇര പോലും വീണില്ലല്ലോ.